ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. പോപ്പ് ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ആദ്യം വളരൂ, നിങ്ങളുടെ ആദ്യം GDP ഒക്കെ നിങ്ങൾ ഉയർത്തൂ, അതിനുശേഷം ആ GDP വളരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നികുതി വരുമാനമൊക്കെ കൂടുതലായിട്ട് കിട്ടിത്തുടങ്ങും. ആ നികുതി വരുമാനം കൂടുമ്പോൾ അതിനെ നിങ്ങൾ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷിതത്വം ഇതിലൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ നൽകുക. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും, അത് ചെയ്യരുത്. ഇതിനെയാണല്ലോ നമ്മൾ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് വിളിക്കുക. പോപ്പ് ഫ്രാൻസിസ് അതിന് മറ്റൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത്, അവർ ഞങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലാസ് തന്നു, ആ ഗ്ലാസ്സിലേക്ക് തുള്ളി തുള്ളിയായി വെള്ളം ഒഴിക്കാൻ തുടങ്ങി. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസിൻ്റെ അറ്റം വരെ, ഗ്ലാസ് നിറയുന്നത് വരെ നിങ്ങളൊന്ന് കാത്തു നിൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശരി കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വർഷങ്ങളോളം കാത്തു നിന്നു, ദശകങ്ങളോളം കാത്തു നിന്നു. അവസാനം തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീണ് ആ ഗ്ലാസ് നിറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇനി അതിൽ നിന്ന് തുളുമ്പി പുറത്തേക്ക് വെള്ളം വീഴും, അപ്പോൾ നമുക്കൊക്കെ ആ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് ആ ഗ്ലാസ് അങ്ങ് ഇരട്ടി വലുപ്പത്തിലായി. അപ്പോൾ തുള്ളികൾ വീണുകൊണ്ടേയിരുന്നു, തുളുമ്പൽ മറ്റൊരു കാലത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പോപ്പ് ഫ്രാൻസിസ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുതന്നെയാണ് നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഒരു അടിസ്ഥാന രീതിയും.